السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ബിനി ഹാദാ സയ്യിദ്, എൻ്റെ ഈ മകൻ സയ്യിദാണ്, അവൻ നേതാവാണ്. അഥവാ ഉമ്മത്തിലെ രണ്ട് വലിയ വിഭാഗങ്ങളെ ഇദ്ദേഹം ഒന്നിപ്പിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് മകൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോ ഇസ്ലാമിൽ ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്ന മകനാണ്. അഥവാ മകൻ എന്ന് പറയുമ്പോൾ പേരക്കുട്ടിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് അത്തരത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തെ ജനിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ, എൻ്റെ മകൻ എവിടെയാണ്, നീ എന്താണ് അവനക്ക് പേര് നൽകിയതെന്ന് അലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു പേരിട്ടിട്ടുള്ളത് ഹർബ് എന്നുള്ളതാണ്, യുദ്ധം എന്നാണ് അർത്ഥം വരുന്ന പേരാണ് കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഇവൻ ഹസനാണ്, ഇവൻ നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും നാമകരണം നൽകി. അപ്പോൾ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, അതിനു മുൻപ് ആരും ഹസൻ ഹുസൈൻ എന്ന പേരൊന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് തഹ്നീക്ക് ചെയ്തത്. അഥവാ ഒരു ജനിച്ച കുട്ടിയുടെ വായിൽ ഒരു ഈത്തപ്പഴം കടിച്ചതിന് ശേഷം വെച്ചു കൊടുക്കുന്ന ആ തഹ്നീക്ക് എന്ന കാര്യം ചെയ്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹഖീഖ നിർവഹിക്കുകയും അതിന് മുടിക്ക് സമാനമായിട്ടുള്ള അളവ് വരുന്ന അത്രയും വെള്ളി ദാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സഹാബത്ത് പറയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിരന്തരം കളിക്കുന്നതായി കാണുന്ന, അല്ലെങ്കിൽ പ്രവാചകൻ അത്രയേറെ സ്നേഹിച്ചിരുന്നതായിട്ട് ഒരുപാട് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ ലുഖ, അഥവാ ഒരു ചെറിയ കുട്ടികളെ വിളിക്കുന്ന ഒരു കാര്യം, കുരുത്തം കെട്ട കുട്ടി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ സ്നേഹത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ പറയാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവനെ സ്നേഹിക്കുന്നവരും അവനെ നിങ്ങളും സ്നേഹിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കുട്ടികളിലായിരുന്നു ഹസൻ ഹുസൈൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട. അപ്പോൾ നിരന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് കയറുക, പ്രവാചകനെ ഒട്ടകമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന രൂപത്തിൽ കളിക്കുക, ഇത് ഒരുപാട് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിസ്കാരത്തിന്റെ ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഈ കാലുകൾക്കിടയിലൂടെ, റുക്കൂ ചെയ്യുന്ന സമയത്ത് കാലുകൾക്കിടയിലൂടെ ഓടിക്കളിക്കുകയും സുജൂദ് ചെയ്യുമ്പോൾ പുറത്ത് കയറിയിരിക്കുകയും ചെയ്യുന്നത് പതിവായിട്ട് ഒരുപാട് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുള്ള എത്രത്തോളം പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾ വന്നാണ്ട് ചോദിക്കുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു ഒരു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കുട്ടികൾ നടന്നു വരികയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു വീഴാണ്. പ്രവാചകൻ ഖുതുബ നിർത്തിക്കൊണ്ട് ഇറങ്ങി വന്നിട്ട് ഈ കുട്ടികളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുട്ടികളും അതുപോലെ തന്നെ സമ്പത്തും ഫിത്തന തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉഖ്ബ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് അസർ നിസ്കരിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ ഹസൻ കളിക്കുന്നത് കാണാൻ. അദ്ദേഹം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പൊക്കിയെടുത്തിട്ട് അദ്ദേഹത്തെ ചുമലിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് പറയാണ്, നീ അലിയുമായുള്ള സമാനതയേക്കാൾ നീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാണ് നിന്നെ കാണാൻ എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. ഇത് അലി റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നല്ല സിമിലാരിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയി. ഇശാ നിസ്കാരത്തിന് ശേഷം അദ്ദേഹം നടന്നു പോകുന്നതിന്റെ ഇടയിൽ എന്തോ ഒന്ന് നിർത്തി. അപ്പോൾ അത് ജിന്നാണോ മനുഷ്യനാണോ അതോ മലക്കാണോ എന്നൊന്നും മനസ്സിലാവാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലുള്ളാഹ് അത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതൊരു മലക്കാണ്, ആ മലക്ക് ഇതിനു മുൻപ് വന്നിട്ടില്ല. ആ മലക്ക് വന്നത് എന്നോട് അറിയിക്കാൻ ഫാത്തിമയാണ് സ്ത്രീകളുടെ നേതാവ് സ്വർഗത്തിൽ, ഹസൻ ഹുസൈൻ ആണ് യുവാക്കളുടെ നേതാവ് സ്വർഗത്തിൽ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുവാക്കൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ റളിയല്ലാഹു അൻഹുവിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹു അധികകാലം ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഹസൻ റളിയല്ലാഹു അൻഹു ഇതുപോലെ നടന്നിട്ടാണ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് പറയായിരുന്നു, എനിക്ക്
അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നടന്നു പോവാതെ എനിക്ക് അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു പോകുന്ന ചരിത്രം കാണാൻ പറ്റും. ഒരുപാട് തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഹസൻ റളിയല്ലാഹുവിനോട്, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള അങ്ങയുടെ ഓർമ്മ? അപ്പോ ഹസൻ റളിയല്ലാഹു പറയുന്ന ഓർമ്മ ഇതാണ്. വല്ലിപ്പയെ പറ്റിയിട്ട് അദ്ദേഹത്തിന് നേരിട്ട് ഉണ്ടായ ഒരു അനുഭവത്തെ ഓർമ്മയാക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിക്കൽ സ്വതക്കയുടെ അടുത്ത് നിന്ന് സ്വതക്കയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി കൂട്ടി വെച്ചിട്ടുള്ള ഈത്തപ്പഴങ്ങളിൽ നിന്ന് ഞാൻ 2 ഈത്തപ്പഴം എടുത്തിട്ട് വായിലേക്ക് ഇട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വലിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താണ് അത് അങ്ങനെ ചെയ്യേണ്ട? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വതക്കയിൽ നിന്ന് മുഹമ്മദിന്റെ കുടുംബത്തിനും എടുക്കാൻ സാധിക്കില്ല, എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് വല്യപ്പയെ പറ്റിയുള്ള ഓർമ്മ. ആ ഒരു നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് ഓർമ്മകളാണ് നമ്മൾ കുട്ടികളിൽ കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഹസൻ റളിയല്ലാഹു പറഞ്ഞ ഓർമ്മകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്തതിന്റെ ഒരു നന്മയുടെ പാഠങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. അത് എന്താണോ നമുക്ക് സംശയമുള്ളത്, ആ സംശയമുള്ളത് ഒഴിവാക്കിയിട്ട് ഉറപ്പുള്ള കാര്യത്തിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ റോള് വരുന്നത് ഇതിന് ശേഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം, ഉമറിന്റെ കാലഘട്ടത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ ഫിത്ന ഉണ്ടാവുന്നത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ് ഹസൻ റളിയല്ലാഹു അൻഹു അന്ന് കൂടെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും. അതിനുശേഷം വന്ന അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള പ്രശ്നത്തിൽ അദ്ദേഹം പൂർണ്ണമായും അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ പിന്നീട് അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഈ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം അതവിടെ നിലനിൽക്കുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് കൊടുക്കുന്നില്ല. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹു സിറിയയിൽ തന്നെ നിലനിൽക്കുകയാണ്. സിറിയയിൽ അദ്ദേഹം എന്തില്ല, ഖിലാഫത്ത് സ്വയം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഖലീഫയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം സ്വാഭാവികമായിട്ട് ഇനി വീണ്ടും ഖിലാഫത്തിൽ ഒരു മത്സരം അരങ്ങേറാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പൊ ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ പറയാണ്, ഞങ്ങൾ എന്തായാലും ഹസൻ റളിയല്ലാഹു അൻഹുവിനാണ് ബൈഅത്ത് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആദ്യം അവരോട് ചോദിക്കുകയാണ്, ഞാൻ ആരുമായിട്ടാണോ സന്ധിയാവുന്നത് നിങ്ങൾ അവരുമായി സന്ധിയാവണം, ഞാൻ ആരുമായിട്ടാണോ യുദ്ധം ചെയ്യുന്നത് അവരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അവർ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു ഇബ്ൻ ജാഫറിനെ വിളിച്ചിട്ട് പറയാണ്, ഈ ഫിത്ന ഒരുപാടായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ആളുകളുടെ രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് സമാധാനം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിനായിട്ട് സമാധാനം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖിലാഫത്ത് ഒഴിവാക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനൊന്നും ഇതിന് സമ്മതമായിരുന്നില്ല. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളാണ് എന്നെക്കാൾ മൂത്തത്, നിങ്ങൾ അദ്ദേഹം എന്താണോ നിങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ അനുസരിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നത്, ഞാൻ ഖിലാഫത്ത് ഒഴിവാക്കാം, ഞാൻ നിങ്ങൾക്ക് ഖിലാഫത്ത് വിട്ടുതരാം, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ബ്ലാങ്ക് ലെറ്റർ അയക്കുകയാണ്, ഒരു കാലി കത്ത് അയച്ചിട്ട് പറയാണ്, എന്താണോ നിനക്ക് വേണ്ടത് അത് നീ അതിൽ എഴുതിക്കോളൂ എന്ന് പറയാം. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആ കണ്ടീഷൻസ് ഒക്കെ എഴുതും. മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മരണപ്പെടുകയാണെങ്കിൽ ഖിലാഫത്ത് ഹസന് ലഭിക്കണം എന്ന് അദ്ദേഹം കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ശരി, ഹസൻ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ സന്ധി ഉണ്ടാക്കാൻ പോവാണ്, ഇനി ഒരു ഖിലാഫത്തിന്റെ മത്സരമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം ആളുകളാൽ വരെ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹം ഇതുപോലെ സൂറ ഇബ്രാഹിം വായിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, രണ്ട് വലിയ ഉമ്മത്തിലെ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ അവരെ ഒന്നിപ്പിക്കുന്നത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്, ഹസൻ ആയിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. പക്ഷെ ആളുകൾക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ആളുകൾ എല്ലാവരും ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളെല്ലാം അദ്ദേഹത്തെ കളിയാക്കുകയാണ് ചെയ്തത്. അങ്ങനെ മദീനയിൽ അദ്ദേഹം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്ത് മൂന്നാക്കി തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് സമ്പത്ത് അദ്ദേഹം പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്തതായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. അദ്ദേഹം മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷം കൊടുത്തിട്ടാണ് ആരോ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനു മുൻപ് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, എന്റെ തലയിൽ സൂറത്തുൽ ഇഖ്ലാസ് എഴുതപ്പെട്ടു. അപ്പൊ സഈദ് ഇബ്നു മുസയ്യിബ് പറയാണ്, എങ്കിൽ നിങ്ങളുടെ മരണം അടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വിഷം കഴിക്കുന്നു. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അറിയാം,
ഇതുപോലെ ഇതെന്താണ് സംഭവിച്ചിട്ടുള്ളത്, ആരാണ് വിശന്നത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ അവനെ ഒഴിവാക്കുകയാണ്, ഞാൻ അവനെ യൗമുൽ ഖിയാമയിൽ കണ്ടോളാം, എന്റെ ഹക്ക് ഞാൻ അവിടെ നിന്ന് എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചില പടപ്പുകളെ കാണുന്നുണ്ട്, ചില ക്രിയേഷൻസ് കാണുന്നുണ്ട്, അതൊക്കെ ഇതുവരെ എൻ്റെ അടുത്തേക്ക് വരാത്ത അവരെല്ലാം ചിരിക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ സമയം അടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, എന്നെ ഉപ്പയുടെ കൂടെ മറവ് ചെയ്യണം, അതല്ലെങ്കിൽ അലി റളിയല്ലാഹുവിന്റെ കൂടെ, അല്ലെങ്കിൽ ഫാത്തിമ, അല്ലെങ്കിൽ ബഖീൽ, എവിടെയാണെങ്കിലും ഈ ഒരു ഓർഡറിലാണ് കൊടുത്തത്. പക്ഷേ ഇതിനൊന്നും വേണ്ടി വാശി പിടിക്കരുത് എന്ന് ഹുസൈൻ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഇതിന് അമവി ഭരണകൂടം അവർ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വിദ്വേഷം കാരണമൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ ബഖീലാണ് അദ്ദേഹം മറവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രം, ഹസൻ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലെ, ജീവിത ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 എപ്പിസോഡുകൾ എന്നുള്ളത്, ഒന്ന് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉണ്ടായിരുന്ന ഒരു ബന്ധം, അഥവാ ഒരു കുട്ടി എന്ന നിലയിൽ പ്രവാചകൻ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും, അത് നമുക്ക് നമ്മുടെ പേരക്കുട്ടികളോടും, അല്ലെങ്കിൽ ഒരു നേതാവാണ്, പക്ഷെ ആ നേതാവ് നിസ്കാരത്തിന്റെ ഇടയിൽ പോലും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാബത്തിന് സംശയമായി, കാരണം അദ്ദേഹം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അപ്പോ പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എന്റെ കുട്ടികൾ എന്നെ വാഹനമാക്കി, അപ്പൊ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം, എങ്ങനെയാണ് നമ്മൾ മക്കളെ നിസ്കാരത്തിനിടയിലാണെങ്കിൽ പോലും ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്, ഏറ്റവും വലിയ ഒരു അധികാരം വിട്ടു നൽകിയിട്ട്, ഇതാണ് പ്രവാചക കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അധികാരം വിട്ടു നൽകുകയാണ് ഇവരൊക്കെ ചെയ്തത്. അധികാരം വിട്ടു നൽകിയിട്ട് പറയുകയാണ് എന്ത്, ഈ 2 ഉമ്മത്തിലെ നമുക്ക് ഫിത്ന ഒഴിവാക്കാം, നമുക്ക് ഉമ്മത്തിന്റെ ഒരു യൂണിറ്റിയാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു വലിയ സ്റ്റെപ്പ് എടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബ ചരിത്രം നമുക്ക് വിശദമായി പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആൻ മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.